സുഹൃത്തുക്കളെ, വ്യാപാര യുദ്ധം എന്നാൽ എന്താണെന്നും അതിന്റെ ചരിത്രം എന്താണെന്നുമാണ് ഹ്രസ്വമായി കഴിഞ്ഞ അവതരണത്തിൽ നാം പരിശോധിച്ചത്. അതിന്റെ തുടർച്ചയായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വ്യാപാര യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്തായിരിക്കും എന്നും ഈ വിഷയത്തെ താത്വികമായി വിലയിരുത്തേണ്ടത് എങ്ങനെയായിരിക്കണം എന്നും പരിശോധിക്കുവാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. രാജ്യങ്ങൾ സാമ്പത്തിക വളർച്ചയ്ക്കും ആധിപത്യത്തിനും വേണ്ടി, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ 16-ാം നൂറ്റാണ്ട് മുതൽ വ്യാപാര യുദ്ധം ഒരു മാർഗമായി അവലംബിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നും അത് ഒന്നാം ലോകമഹായുദ്ധത്തിനും രണ്ടാം ലോകമഹായുദ്ധത്തിനും ഇടയാക്കിയെന്നും നാം കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയുണ്ടായി. അതിന്റെ ഫലമായി ഈ അപകടം മനസ്സിലാക്കിയതിനു ശേഷം ഇനിയും വ്യാപാര യുദ്ധം ഉണ്ടാകുവാൻ പാടില്ല എന്ന് രാഷ്ട്രത്തലവന്മാർ തീരുമാനിച്ചതിന്റെ ഫലമായിട്ട് അന്തർദേശീയ വ്യാപാരം ഗാട്ടിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു എന്നും നാം പരാമർശിച്ചു. എന്നാൽ ഗാട്ടിന്റെ പ്രവർത്തനം അവികസിത രാജ്യങ്ങളുടെ വ്യാപാരത്തെ വളർത്തുവാനും വികസിത രാജ്യങ്ങൾക്ക് അല്പം പിന്നോട്ടടിക്കും ഇടയാക്കി എന്നുള്ള കാരണത്താൽ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഗാട്ടിനെ ഇല്ലാതാക്കി WTO എന്ന ഒരു സംഘടന രൂപപ്പെടുത്തി വിദേശ വ്യാപാരത്തെ അതിന്റെ കീഴിൽ കൊണ്ടുവന്നു. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആ സംരംഭം നടത്തിയതെങ്കിലും അത് ഫലം പുറപ്പെടുവിച്ചില്ല. ആ സാഹചര്യത്തിലാണ് അമേരിക്ക 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ രാജ്യങ്ങൾ അവലംബിച്ച വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ ആമുഖമായി പരാമർശിക്കുകയുണ്ടായി. ഇനിയും ഈ വിദേശ വ്യാപാരത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു രാജ്യം സാമ്പത്തികമായും മേധാവിത്വപരമായും വളരുവാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. വിദേശ വ്യാപാരത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾ കയറ്റുമതി കുറച്ചും കയറ്റുമതി കൂട്ടിയും ഇറക്കുമതി കുറച്ചും വിദേശ വ്യാപാരത്തിലെ മിച്ചം ഉണ്ടാക്കുവാൻ കഴിയും. മറിച്ച് ഒരു രാജ്യത്തെ കയറ്റുമതി കുറയുകയും ഇറക്കുമതി കൂടുകയും ചെയ്യുകയാണെങ്കിൽ ആ രാജ്യം വിദേശ വ്യാപാരത്തിൽ കമ്മി ഉണ്ടാക്കും. കുറേ വർഷങ്ങളായിട്ട് അമേരിക്ക വിദേശ വ്യാപാരത്തിൽ കമ്മി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇറക്കുമതി വളരെ കൂടുതൽ, കയറ്റുമതി അതിനനുസരിച്ച് വർദ്ധിക്കുന്നില്ല. ആയുധങ്ങൾ കയറ്റുമതി ചെയ്തിട്ട് പോലും. ഇതാണ് അമേരിക്ക നേരിടുന്ന പ്രശ്നം. ഉദാഹരണത്തിന് പ്രധാനമായിട്ടും ഉപഭോഗ വസ്തുക്കൾ ഏറ്റവും കൂടുതൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. ലോകത്താകെ ഉൽപ്പാദിപ്പിക്കുന്ന ഉപഭോഗ വസ്തുക്കളിൽ 13% ഇറക്കുമതി ചെയ്താണ് അമേരിക്കയിലെ ജനങ്ങൾ ജീവിക്കുന്നത്. അതിന്റെ ഫലമായി മറ്റു രാജ്യങ്ങൾ ഉപഭോഗ വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്ത് ലാഭമുണ്ടാക്കുന്നു. ഇതിൽ കൂടുതൽ നേട്ടമുണ്ടായിക്കൊണ്ടിരിക്കുന്നത് ചൈനയും കാനഡയും ജപ്പാനും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെയാണ്. മറ്റ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളും ചില അല്പാൽപ്പം നേട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അമേരിക്കയുടെ വിദേശ വ്യാപാര കമ്മി 2024 കണക്കനുസരിച്ച് $1 ട്രില്യൺ ആയി വർദ്ധിച്ചു. $1 ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1 ലക്ഷം കോടി ഡോളർ. അമേരിക്കയ്ക്ക് ഈ ബാധ്യത ഉണ്ടാകുമ്പോൾ മറ്റു രാജ്യങ്ങൾക്കാണ് നേട്ടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ പ്രവണത കുറച്ച് തിരിച്ചു കൊണ്ടുവരിക, അമേരിക്കയ്ക്ക് നേട്ടമുണ്ടാക്കുക, മറ്റു രാജ്യങ്ങൾക്ക് കോട്ടമുണ്ടാക്കുക, അതിനുവേണ്ടിയാണ് ഈ ചുങ്കം വർദ്ധിപ്പിക്കുന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. എന്നാൽ ചുങ്കം അമേരിക്ക വർദ്ധിപ്പിച്ചപ്പോൾ എന്താണ് സംഭവിച്ചത്? മറ്റു രാജ്യങ്ങളും പ്രതികാര ചുങ്കം വർദ്ധിപ്പിച്ചു. അമേരിക്ക 10, 15, 20, 25% ചുങ്കം വർദ്ധിപ്പിച്ചപ്പോൾ അതുമൂലം ഭവിഷ്യത്ത് അനുഭവിച്ച രാജ്യങ്ങളെല്ലാം അവരും പ്രതികാര ചുങ്കം വർദ്ധിപ്പിച്ചു. അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിയുടെ മേലുള്ള ചുങ്കം വർദ്ധിപ്പിച്ചു. ചൈനയാണെങ്കിൽ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിയുടെ മേൽ ഘട്ടം ഘട്ടമായി 125% വരെ ചുങ്കം വർദ്ധിപ്പിച്ചപ്പോൾ ചൈന അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിയുടെ മേൽ
ഘട്ടഘട്ടമായി 140% വരെ ചുങ്കം വർദ്ധിപ്പിച്ചു. ഇതാണ് വ്യാപാര യുദ്ധം, പ്രതികാര ചുങ്കം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള വ്യാപാര യുദ്ധം. ഇതിന്റെ ഫലം എന്തായിരിക്കും? അമേരിക്ക ഇറക്കുമതിയുടെ മേൽ ചുങ്കം വർദ്ധിപ്പിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഇറക്കുമതിയുടെ അളവ് കുറയും. അമേരിക്കയിലെ ഇറക്കുമതിയുടെ അളവ് കുറയുക എന്ന് പറയുമ്പോൾ ചൈനയിലെയും ജപ്പാനിലെയും ജർമ്മനിയിലെയും കാനഡയിലെയും ഒക്കെ കയറ്റുമതിയുടെ അളവ് കുറയും. എന്ന് പറയുമ്പോൾ അവിടെ ഉൽപാദനം കുറയും. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? പല രാജ്യങ്ങളിലും പല വസ്തുക്കളുടെയും ഉൽപാദനം കുറയും. അതോടൊപ്പം തന്നെ ചരക്കുകളുടെ ഗതാഗതത്തിന്റെ ഉപയോഗം കുറയും, കപ്പലുകളുടെ ഉപയോഗം കുറയും. അങ്ങനെ മൊത്തത്തിൽ ഒരു സാമ്പത്തിക തകർച്ചയിലേക്ക് എല്ലാ രാജ്യങ്ങളും പോകും. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ കണക്കാക്കിയിരിക്കുന്നത് 2025 ആഗോള വ്യാപാരത്തിൽ 1.5% ഇടിവ് ഉണ്ടാകും എന്നുള്ളതാണ്. ആഗോള വ്യാപാരത്തിലല്ല, ആഗോളതലത്തിലുള്ള ഉൽപാദനത്തിൽ. കഴിഞ്ഞ വർഷം ആഗോളതലത്തിലുള്ള ഉൽപാദനത്തിൽ 2.9% വർധനമുണ്ടായതിനെതിരായിട്ടാണ് ഈ വർഷം 1.5% ഇടിവുണ്ടാകുവാൻ പോകുന്നത്. അതിന്റെ അർത്ഥം ഏറെക്കുറെ 4.5% ഇടിവ് ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് ലോക രാജ്യങ്ങളിലെ സമ്പദ് വ്യവസ്ഥ പോകുവാൻ പോകുന്നത്. ഇത്ര ഇടിവുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിലില്ലായ്മ രൂക്ഷമായിട്ട് വർദ്ധിക്കും, പട്ടിണി വർദ്ധിക്കും. എല്ലാ രാജ്യങ്ങളിലും ഒരുപോലെ ആയിരിക്കത്തില്ല എന്ന് മാത്രം. ചില രാജ്യങ്ങളിൽ ഇതിന്റെ രൂക്ഷത വളരെ കുറവായിരിക്കുമ്പോൾ ചില രാജ്യങ്ങളിൽ വളരെ കൂടുതലായിരിക്കും. എന്നാൽ എല്ലാ രാജ്യങ്ങളിലുമുള്ള ദുർബല വിഭാഗങ്ങളുടെ മേൽ ഈ രൂക്ഷത വളരെ കഠിനമായിട്ട് ബാധിക്കുവാൻ പോവുകയാണ്. ഇന്ത്യയിലാണെങ്കിൽ പല മേഖലകൾ, വസ്ത്രനിർമ്മാണ മേഖല, ലെതർ ഉൽപ്പന്നങ്ങളുടെ മേഖല, മത്സ്യ മേഖല, സ്വർണ്ണ ആഭരണങ്ങളുടെ കയറ്റുമതി, രാസപദാർത്ഥങ്ങളുടെ കയറ്റുമതി, മരുന്നുകളുടെ കയറ്റുമതി, മെഷീൻസിന്റെ കയറ്റുമതി ഒക്കെ ഗണ്യമായിട്ട് ഇടിയും. അപ്പോൾ അത് ഇടിയും. അപ്പോൾ അതിന് ആനുപാതികമായി ആ മേഖലയിലെല്ലാം തൊഴിലില്ലായ്മയും പട്ടിണിയും വർദ്ധിക്കുവാൻ പോവുകയാണ്. ഇപ്പൊ ചുരുക്കത്തില് ഈ വ്യാപാര യുദ്ധം സാമ്പത്തിക തകർച്ചയിലേക്ക് രാജ്യങ്ങളെ തള്ളി നീക്കും. അതിന്റെ തുടർന്ന് സ്വാഭാവികമായിട്ടും സാമൂഹ്യ രാഷ്ട്രീയ മേഖലയിലും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുവാൻ പോവുകയാണ്. ഈ സാമ്പത്തിക രാഷ്ട്രീയ സാമൂഹിക പ്രതിസന്ധികൾ പുതിയ യുദ്ധങ്ങൾക്ക് വഴിതെളിക്കും. ഇതാണ് ലോക ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടിട്ടുള്ളത്. ഇപ്പോഴും അതിനുള്ള സാധ്യതയാണ് നമ്മുടെ മുൻപിൽ ഉള്ളത്. അതുകൊണ്ട് ഇതിന്റെ ഫലം അരാജകത്വവും സാമ്പത്തിക തകർച്ചയും പട്ടിണിയും തൊഴിലില്ലായ്മയും ആയിരിക്കും എന്നുള്ളതിന് സംശയിക്കേണ്ടതില്ല. ഇനിയും ഇതിന്റെ വെളിച്ചത്തില് ഈ വിഷയത്തെ നാം എങ്ങനെ വിലയിരുത്തും? ഒന്ന്, നമ്മുടെ എല്ലാം പ്രബലമായ ധാരണ മുതലാളിത്ത സാമ്പത്തിക വികസനം സാധ്യമാകുന്നത് സാങ്കേതിക വിദ്യയുടെ വളർച്ച കൊണ്ടാണ്. എന്നാൽ ഈ ധാരണ തെറ്റാണെന്ന് ചരിത്രം ഉടനീളം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അത് തെളിയിക്കുകയാണ്. സാങ്കേതിക വിദ്യയുടെ വളർച്ച സാമ്പത്തിക വളർച്ചയുടെ, വ്യാവസായിക വളർച്ചയുടെ, മുതലാളിത്ത വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്, നെസസറിയാണ്, ബട്ട് നോട്ട് സഫിഷ്യന്റ്. പക്ഷെ അതുകൊണ്ട് മാത്രം മുതലാളിത്ത വികസനം സാധ്യമാകത്തില്ല എന്നാണ് ചരിത്രം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. മുതലാളിത്ത വികസനം സാധ്യമാകണമെങ്കിൽ തുടർച്ചയായിട്ടുള്ള വ്യാപാര യുദ്ധങ്ങളും തുടർച്ചയായിട്ടുള്ള സൈനിക യുദ്ധങ്ങളും കൂടിയേ തീരൂ എന്നുള്ള ഒരു ചരിത്ര സത്യം ഇന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട്
ടെക്നോളജിയാണ് ദ ബി ഓൾ ആൻഡ് എൻഡ് ഓൾ ഓഫ് എവറിഥിങ് എന്നുള്ള ധാരണ തിരുത്തുവാൻ ഉള്ള സമയം ഇപ്പോൾ ഈ ചർച്ചകൾ നടക്കുമ്പോൾ തിരുത്തേണ്ടതാണ്. ഇതാണ് നാം ഈ വിഷയത്തെ വിലയിരുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു യാഥാർത്ഥ്യം. ഇതൊരാശയമല്ല, ഒരു യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെ കാര്യം, മുതലാളിത്ത സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് അത് സ്വതന്ത്ര കമ്പോളം എന്നുള്ള വ്യവസ്ഥയാണ് എന്നുള്ളൊരു ധാരണയാണ്. എന്നാൽ മുതലാളിത്ത വ്യവസ്ഥ എന്ന് പറയുന്നതും സ്വതന്ത്ര കമ്പോളം എന്ന് പറയുന്നതും വെള്ളിയും വെള്ളിക്കോലും പോലെയുള്ള സാദൃശ്യം മാത്രമേ ഉള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പറുദീസയാണ് അമേരിക്ക. ആ പറുദീസയുടെ താക്കോൽ സൂക്ഷിപ്പുകാരാണ് എക്കാലത്തും അമേരിക്കൻ പ്രസിഡന്റുമാർ. പക്ഷേ ഇവിടെ ട്രംപ് ഈ വ്യാപാര യുദ്ധം പ്രഖ്യാപിക്കുന്നത് എന്താണ്? ഇന്നലെ വരെ അനുവർത്തിച്ചിരുന്ന നയത്തിനോട് ബൈ ബൈ പറയുന്നു. ഇന്നലെ വരെ അനുവർത്തിച്ചിരുന്ന നയം എന്താണ്? പ്രത്യേകിച്ച് 1980-കൾ മുതൽ ആഗോളവൽക്കരണമെന്നും സ്വകാര്യവൽക്കരണമെന്നും സ്വതന്ത്ര കമ്പോളമെന്നും അതിന്റെയൊക്കെ മാഹാത്മ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും മറ്റു രാജ്യങ്ങളിലെ ആ ആശയം അടിച്ചേൽപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന രാജ്യത്തിന്റെ തലവൻ പ്രഖ്യാപിക്കുന്നു, ഇന്നു മുതൽ അതിനോട് ഗുഡ് ബൈ പറയുന്നു. കാരണം മുതലാളിത്ത വളർച്ച വേണമെങ്കിൽ അത് സ്വതന്ത്ര കമ്പോളത്തിൽ കൂടെ സാധിക്കത്തില്ല. പിന്നെ നിയന്ത്രിത കമ്പോളങ്ങളിൽ കൂടെ മാത്രമേ സാധിക്കത്തുള്ളൂ. ടാരിഫ് എന്ന് പറയുന്നത്, ചുങ്കം എന്ന് പറയുന്നത് നിയന്ത്രിത കമ്പോളത്തിലെ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ്, പ്രധാനപ്പെട്ട ആയുധമാണ്. അതുകൊണ്ട് ഏപ്രിൽ 2 വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ട്രംപ് പരസ്യമായി തള്ളിപ്പറഞ്ഞിരിക്കുന്നത് സ്വതന്ത്ര വ്യാപാര വ്യവസ്ഥയെയാണ് തള്ളിപ്പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയുടെ വളർച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് സ്വതന്ത്ര വ്യാപാര വ്യവസ്ഥ തടസ്സമാണ് എന്നുള്ളൊരു പ്രഖ്യാപനമാണ് അദ്ദേഹം ഇവിടെ നടത്തിയിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോഴും ഔപചാരിക വിദ്യാഭ്യാസമുള്ള ആളുകളും വിദ്യാഭ്യാസമില്ലാത്ത ആളുകളും ഇപ്പോഴും ധരിച്ചിരിക്കുന്നത്, വിശ്വസിച്ചിരിക്കുന്നത്, ഇപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് സ്വതന്ത്ര വ്യാപാര വ്യവസ്ഥ, ഫ്രീ മാർക്കറ്റ് ഇക്കോണമി ആണ്, മുതലാളിത്തം രണ്ടും ഒന്നാണ് എന്നാണ് ഇപ്പോഴും വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും യൂണിവേഴ്സിറ്റികളിൽ വരെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ തെറ്റായ ധാരണകളെ തിരുത്തുവാൻ ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകളും പഠനങ്ങളും സഹായിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ നമസ്കാരം.